ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽസ്. അപ്പോൾ ഇതെൻ്റെ ഡെലിവറി വ്ളോഗാണ്. അപ്പോൾ എൻ്റെ US-ലെ ഒരു ഡെലിവറി എക്സ്പീരിയൻസും ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മന്തൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഈ ഒരു വീഡിയോ ഞാൻ ഇതുപോലെയൊന്നും ചെയ്യണമെന്നല്ല പ്ലാൻ ചെയ്തിരുന്നത്. എൻ്റെ ഫസ്റ്റ് ഡെലിവറി C-സെക്ഷൻ ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡെലിവറി ഞാൻ വെജൈനൽ ട്രൈ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. അതിന് VBAC എന്ന് പറയും, വെജൈനൽ ഡെലിവറി ആഫ്റ്റർ C-സെക്ഷൻ. അത് കുറേ പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്യുമ്പോഴേ ഞാൻ അതിനെപ്പറ്റി കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ അത് സക്സസ് ആയവരുടെ വീഡിയോസൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ ഇത് ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അതിന് എന്ത് എഫേർട്ട് ഇട്ടു അത് മറ്റുള്ളവർക്ക് കാണിച്ച് അത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് നല്ലതാണല്ലോ. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് VBAC ഫെയിൽ ആയപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഇത് ഫെയിലായെങ്കിലും ഞാൻ ഇതിനിട്ട എഫേർട്ട് തന്നെയാണല്ലോ. ഞാൻ അതിന് ട്രൈ ചെയ്ത് തന്നെയാണ്. ഇപ്പം ആ ഒരു ഞാൻ ചെയ്തത് എനിക്ക് വർക്കായില്ലെങ്കിലും അത് മേ ബി മറ്റുള്ളവർക്ക് വർക്കാവുമായിരിക്കും. കാരണം ഞാൻ അതിന് എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ഓരോരുത്തരുടെ ബോഡി പോലെയാണ്. ഇപ്പോൾ എൻ്റെ ബോഡി അനുസരിച്ച് എനിക്കത് വർക്കായില്ല, പക്ഷെ അത് വിചാരിച്ച് മറ്റൊരാൾക്ക് അത് വർക്ക് ആവാതിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറിയും അതുപോലെ തന്നെ എന്തുകൊണ്ട് എനിക്ക് VBAC ഫെയിലായെന്നും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ ആദ്യം എൻ്റെ ഡെലിവറി സ്റ്റോറി പറയുന്നതിന് മുൻപ് എൻ്റെ പ്രഗ്നൻസി ജേർണി കൂടി ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു പോകണം, എന്നാലേ നിങ്ങൾക്കത് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ VBAC എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്ടറാണ് കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ഡെലിവറി അതെന്തുകൊണ്ട് C-സെക്ഷൻ ആയി അതിൻ്റെ റീസണും അതുപോലെ നമ്മുടെ സ്റ്റിച്ചിൻ്റെ കണ്ടീഷനും ഒക്കെ അനുസരിച്ചിട്ട് അവർ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അതുകൂടാതെ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ ഒരു പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് ആക്റ്റീവായിട്ടിരിക്കണം. നമ്മുടെ ഫുൾ ബോഡി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് വൈസ് ഓക്കെ ആയിരിക്കണം. നമുക്ക് BP, ഷുഗർ അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസും വരാൻ പാടില്ല. അതുപോലെ കുട്ടിക്ക് ഓവർ വെയിറ്റും വരാൻ പാടില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കണം എന്ന് പറഞ്ഞത്. എൻ്റെ ഈ ഒരു പ്രഗ്നൻസിയിൽ, ഈ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്ന അത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആക്റ്റീവായിട്ടിരുന്നിട്ടില്ല കേട്ടോ. ഈ ഒരു 9 മന്ത് പീരീഡിൽ ഞാൻ അത്രമാത്രം ആക്റ്റീവായിരുന്നു. ഞാൻ എൻ്റെ ഒരു മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെനിക്ക് ഫെയിലായപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ടും ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുറച്ച് നാളൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോസൊന്നും എൻ്റെ ഇല്ല കേട്ടോ. പക്ഷെ ചെറിയ ക്ലിപ്സ് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാൻ എന്തൊക്കെ എക്സസൈസ് ഫോളോ ചെയ്തു, അതൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അത് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇപ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മളെ അലോ ചെയ്യണം, നമ്മൾ ഈ എക്സസൈസ് ചെയ്യാനായിട്ട് അവരുടെ അപ്രൂവൽ വേണം. ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ ഡോക്ടറിനോട് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവർ എല്ലാം ചെയ്യും. അവർ ജിമ്മിൽ പോവും, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും, സൂംബ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രഗ്നൻസിക്ക് മുന്നേ എന്തൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഞാൻ പ്രഗ്നൻസിക്ക് മുൻപ് ജിമ്മിൽ പോയിരുന്നു. അപ്പോൾ എന്നോട് അത് കണ്ടിന്യൂ ചെയ്യാം, ത്രൂ ഔട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എല്ലാവരുടെ അടുത്തും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവരുടെ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക തന്നെ വേണം. അവരെന്താണ് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യരുത് കേട്ടോ. അത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം ഫോളോ ചെയ്യാം. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. ഞാൻ ചെയ്ത എക്സസൈസിൻ്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് വൈസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ജിമ്മിൽ പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ എന്നോട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ കാരണം ഞാൻ അതൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് അതൊക്കെ കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സൂംബൊക്കെ ഞാൻ മുൻപ് ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ യോഗ ക്ലാസ് പോയിരുന്നു. പിന്നെ നോർമലായിട്ട് ട്രെഡ്മില്ലിൽ നടക്കുക, ചെറിയ എക്സസൈസ് അതുപോലെയുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് 3 മന്ത് ഞാൻ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, ടയർഡ്നെസ്സും വോമിറ്റിങ്ങും ഒക്കെ കാരണം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടൈമെല്ലാം ഞാൻ മാക്സിമം ആക്റ്റീവ് ആയിരുന്നു. ഡെയിലി ഒരു 30-45 മിനിറ്റ്സ് നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ പുറത്ത് ഇവിടെ തണുവുള്ള സമയത്ത് പുറത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് ട്രെഡ്മില്ലിൽ നടക്കും. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എക്സസൈസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്പാർട്ടം TV എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ വീഡിയോസാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് എക്സസൈസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ലെവൽ അല്ലെങ്കിൽ ഈസി എക്സസൈസ് എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് പ്രഗ്നൻസി എനിക്ക് വേറെ ഹെൽത്ത് പ്രോബ്ലംസോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ സ്റ്റിച്ചും എല്ലാം ഓക്കെ ആയിരുന്നു.
അതുകൊണ്ട് തന്നെ ഡോക്ടർ നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് നോർമൽ ഡെലിവറി പ്രൊസീഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബോഡി നാച്ചുറലായിട്ട് ഡെലിവറിയിലേക്ക് പോകണം. അതായത് അവർ ഇൻഡ്യൂസ് ചെയ്യില്ല, കുറച്ചെങ്കിലും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജെങ്കിലും നാച്ചുറലായിട്ട് പോയാൽ മാത്രമേ നമുക്ക് വെജൈനൽ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്നോട് പറ്റാവുന്നത്തോളം ആക്റ്റീവ് ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കൊടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഒരു 4 to 5 മൈൽസ് ഡെയിലി നടക്കണം, അതായത് ഒരു 10,000 11,000 സ്റ്റെപ്സ് ഡെയിലി കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ അത്രയും ടയർഡായിരിക്കും, നമുക്ക് അടിവയറ്റിലെ പ്രഷറൊക്കെ കാരണം നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൂടാതെ മെയിൻ പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും. അതൊക്കെ വെച്ചിട്ട് ഇത്രയും ദൂരം കവർ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വെജൈനൽ വേണമെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമുക്കത് വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തിരുന്നത്. ബോൾ എക്സസൈസ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 9th മന്തിലാണ് കേട്ടോ. 36 വീക്സ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അത് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പ്രഷർ വരുന്നുണ്ടായിരുന്നു താഴേക്ക്. അപ്പോൾ ഞാൻ ബോൾ എക്സസൈസൊക്കെ നന്നായി ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഡക്ക് വാക്ക്, സ്ക്വാട്ട്, അതൊക്കെ ഡെയിലി എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ട്രൈ ചെയ്തിരുന്നു. 8th മന്ത് ആയപ്പോൾ പിന്നെ ഞാൻ ജിമ്മിൽ പോകുന്നത് നിർത്തി കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് എക്സസൈസൊക്കെ ചെയ്തിരുന്നത്. നടക്കാൻ പോകും ഡെയിലി പുറത്ത്. ആ സമയത്തോടെ സമ്മറായ കാരണം നടക്കാൻ പോകും. അപ്പോൾ മോർണിംഗും കുറച്ച് ടൈം പോവും, പിന്നെ ഈവനിങ്ങും പോവും. അങ്ങനെ കവർ ചെയ്ത് പിന്നെ ബാക്കി വീണ്ടും ഉള്ളിൽ തന്നെ നടന്നിട്ടാണ് ഒരു 10,000 11,000 സ്റ്റെപ്സ് ഞാൻ കവർ ചെയ്തിരുന്നത്. പിന്നെ അനുപമ വൃക്ഷം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരുടെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു കേട്ടോ. അവരും ഇതുപോലെ VBAC ആയ ആളാണ്. അപ്പോൾ അവരതിൻ്റെ എക്സ്പീരിയൻസും പിന്നെ ഈ അതല്ലാതെ നോർമൽ ഡെലിവറി നോക്കുന്നവർക്ക് അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയവർക്കും അവർക്ക് വേണ്ട എക്സസൈസ്, അതുപോലെ ബ്രീത്തിങ് ടെക്നിക്സ്, ആ ലാസ്റ്റ് ടൈമിലുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ എനിക്ക് ആ ലാസ്റ്റ് ടൈമിൽ ആ ഒരു കോൺട്രാക്ഷൻ, ആ ഒരു പെയിൻ ഹാൻഡിൽ ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ, ആ ഒരു ബ്രീത്തിങ് എക്സസൈസൊക്കെ. അപ്പോൾ അതൊക്കെ അവരുടെ ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അതുപോലെ പാർട്ട്ണർ സപ്പോർട്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു, ഹസ്ബൻഡ് കൂടെ നിൽക്കും. അപ്പോൾ പാർട്ട്ണർ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, വൈഫിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. നമ്മുടെ ആ ഒരു പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി ടൈമിൽ ലേബർ മാനേജ്മെൻറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. September 16 ആയിരുന്നു എനിക്ക് ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നത്തെ ആഴ്ചയായിരുന്നു എനിക്ക് ലാസ്റ്റ് ചെക്കപ്പ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് September 16 ഡോക്ടർ എന്തോ ഒരു എമർജൻസി ഉണ്ടായിരുന്നു. അത് കാരണം അന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല, ക്ലിനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത വെനസ്ഡേ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രീവിയസ് C-section ഹിസ്റ്ററി ഉള്ള കാരണം നമുക്ക് ആദ്യം എന്നോട് പറഞ്ഞിരുന്നത് പ്രീവിയസ് C-section ഹിസ്റ്ററി ഉള്ള കാരണം ഡ്യൂ ഡേറ്റ് വരയ്ക്കും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറ് വലുതാവും തോറും അതിൻ്റെ ഒരു റിസ്ക് കൂടുതലായിരിക്കും, ആ ഒരു സ്റ്റിച്ച് പൊട്ടാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റ് വരയ്ക്കും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബേബി വെയിറ്റും ഓക്കെ ആയിരുന്നു, പിന്നെ എൻ്റെ സ്റ്റിച്ചും ഓക്കെ ആയിരുന്നു. അത് കാരണം നമുക്ക് ഡ്യൂ ഡേറ്റ് വരയ്ക്കും വെയിറ്റ് ചെയ്യാമെന്ന് പിന്നീട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡ്യൂ ഡേറ്റ് ആയിട്ടും എനിക്ക് പെയിൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് C-section ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു ലാസ്റ്റ് വീക്ക് ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം ഇരുന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ ഇരിക്കുന്ന ടൈം, റെസ്റ്റ് എടുക്കുന്ന ടൈം കുറവായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കാൻ തന്നെയാണ് ട്രൈ ചെയ്തിരുന്നത്. ഇവിടെ അടുത്തുള്ള പാർക്കിൽ നടക്കാൻ പോയിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ മറ്റേ ക്രബ് വാക്ക് പറയില്ലേ, ഇങ്ങനെ സൈഡ് ടു സൈഡ്, അതൊക്കെ നടന്നിരുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ബാക്ക് ടു സ്റ്റോറി വരാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയത്, എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയത് മറന്നുപോയി. അതന്നെ September 16 ആയിട്ട് എനിക്ക് ചെറിയ രീതിയിലുള്ളൊരു പെയിൻ ഉണ്ടായിരുന്നേ. അപ്പോൾ നെക്സ്റ്റ് ഡേ September 17 ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. 17 മോർണിംഗ് വിളിച്ചു. 17 മോർണിംഗ് ആണ് കിട്ടിയത് ഡോക്ടർ വിളിച്ചപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഡയറക്റ്റ് 18th മോർണിംഗ് C-section വന്നോളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അത്ര ട്രൈ ചെയ്തിട്ട് എന്താ ഇങ്ങനെ C-section ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കുറച്ച് ടൈം ഡോക്ടർക്ക് പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് വീക്കാണ് ചെക്ക് ചെയ്തത് എനിക്ക് ഡൈലേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഏകദേശം ഡൈലേറ്റ് ആവാറായ പോലെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിലുണ്ട്, അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ, കുറച്ചെങ്കിലും ഡൈലേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ, അത് കഴിഞ്ഞിട്ട് ഇൻഡ്യൂസ് ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശരി വന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ.
എനിക്ക് ആ 17th ആയപ്പോൾ എനിക്ക് കുറച്ച് പെയിനൊക്കെ കുറച്ചുകൂടി അധികം വന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു കുറച്ചെങ്കിലും ഡൈലേറ്റ് ആയിട്ടുണ്ടാകും. എനിക്ക് പെയിൻ വരുന്നുണ്ട്. ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കോൺട്രാക്ഷൻ ഇല്ലെങ്കിലും എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ 11:30 ആയപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ശരി ഡോക്ടർ വരാൻ പറഞ്ഞു, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് ഡൈലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്ത് നോക്കാം, ഇൻഡ്യൂസ് ചെയ്ത് ട്രൈ ചെയ്യാം. നാളെ മോർണിംഗ് വരയ്ക്കും, സെപ്റ്റംബർ 18 വരയ്ക്കും ട്രൈ ചെയ്യാം. 18 വരെ മോർണിംഗ് വരയ്ക്കേ ഡോക്ടർ ഉണ്ടാവുള്ളൂ ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞാൽ അവർ പോകും. സി സെക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ഡോക്ടർ വേണമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു 12 മണിക്ക് ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. ഒരു ടെൻഷനായിരുന്നു, ഫുഡ് കഴിച്ചുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ട് വരരുത് എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ ഇവിടെ അച്ഛനമ്മ എല്ലാവരുടെ അടുത്തും മോനാണെങ്കിൽ സ്കൂളിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് എനിക്ക് ബായ് പറയാനൊന്നും പറ്റിയില്ല. പക്ഷെ അവനെ വിളിച്ച് പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് അച്ഛനമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് പോവായിരുന്നു. കുറച്ച് ടെൻഷനിൽ തന്നെ ആയിരുന്നു പോയത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് എന്താ ഉണ്ടായെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും, അതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.